ബിഗ് ബോസ് മലയാളം സീസൺ 6 പതിവുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ടിക്കറ്റ് ടു ഫിനാലയ്ക്ക് മുന്നായിട്ട് വളരെ നേരത്തെ, അതായത് അടുത്ത ആഴ്ച തന്നെ ഫാമിലി വീക്ക് അല്ലെങ്കിൽ ഫാമിലി ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ശനിയും ഞായറും വരാനിരിക്കുന്ന ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടാവില്ലേ? എന്താണ് അതിന്റെ പുതിയ അപ്ഡേറ്റ്? ഒരു മിഡ് വീക്ക് എവിക്ഷൻ വരാൻ പോവുകയാണ്. അതിനെയൊക്കെ പറ്റി നമുക്ക് സംസാരിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഒരുപാട് പേര് ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 താരങ്ങളുടെ കുടുംബം വീട്ടിലേക്ക് വരുന്ന ഫാമിലി വീക്ക് വളരെ നേരത്തെ എത്തിയിരിക്കുകയാണ്. അതായത് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം വരാനിരിക്കുന്ന ആഴ്ച വ്യാഴവും വെള്ളിയുമായിട്ട് താരങ്ങളുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുന്നതായിരിക്കും. കയറി കഴിഞ്ഞാൽ അവരവിടെ ഒരു ദിവസം താമസിച്ചിട്ട് പിറ്റേ ദിവസമേ പോകത്തുള്ളൂ. അപ്പോ ശനിയും ഞായറും നടക്കാനിരിക്കുന്ന, അതായത് അടുത്ത ആഴ്ചയിൽ വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ഏകദേശം കൺഫേം ആയ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. താരങ്ങളുടെ ഫാമിലി ഒന്നൊന്നായിട്ട് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് വരും. എന്നിട്ട് അവർ ഒരു ദിവസം ബിഗ് ബോസ് താരങ്ങളുടെ ഒപ്പം താമസിക്കുന്നതായിരിക്കും. അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പറയുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ ഫാമിലിനെ വിളിച്ച് കോൺടാക്ട് ചെയ്ത സമയത്ത് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അവരൊപ്പം താമസിക്കേണ്ടി വരും. ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ബിഗ് ബോസ് ഫാമിലിക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. അതുപോലെ തന്നെ സീസൺ 5 ബന്ധപ്പെടുത്തിക്കൊണ്ട് 3, 4, 5 പേരൊന്നും ബിഗ് ബോസ് ഹൗസിൽ കയറി വരാനായിട്ട് പറ്റില്ല. മാക്സിമം 2 പേരെ മാത്രമേ അലോ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ അമ്മയും അച്ഛനും ആയിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം, മക്കളായിരിക്കാം. എന്തൊക്കെ ആയാലും നമ്മുടെ ഗെയിമിനെ പറ്റിയും പുറത്ത് നമുക്കുള്ള ജനപിന്തുണ കൂട്ടി ഉറപ്പിക്കുന്നതിനെ പറ്റിയും നല്ല രീതിയിൽ ഹിന്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്ന ആളുകളെ ബിഗ് ബോസ് ഹൗസിലേക്ക് വിടാനായിരിക്കും ബിഗ് ബോസ് ശ്രമിക്കുന്നത്. അതായത് പ്രായമായിട്ടുള്ള അച്ഛനമ്മമാർ വന്നു കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ ശരിക്കും അങ്ങ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല. എന്ന് വെച്ചാൽ പറയാതെ പറയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു കൂട്ടുകാരനെയും ഒരു പാരന്റിനെയും ഒപ്പം വിടാം, അല്ലെങ്കിൽ സഹോദരങ്ങളെ വിടാം, അല്ലെങ്കിൽ ചെറിയ പിള്ളേരെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയും. കാരണം സീസൺ 5 വന്നിട്ട് അഖിൽ മാരാറിന്റെ മക്കൾ പറഞ്ഞിട്ടില്ല, അച്ഛന്റെ ഫോട്ടോ ഒക്കെ കോട്ടത്തലയിൽ വെച്ചിട്ടുണ്ട്, അടിപൊളിയാണ്, കുറെ ചേട്ടന്മാർ ഫ്ലെക്സ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഏകദേശം പിടികിട്ടി പുറത്ത് അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകൾ വരണം. അപ്പൊ അത്തരത്തിലായിരിക്കും ബിഗ് ബോസ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഫാമിലി വീക്ക് അടുത്ത ആഴ്ച തുടങ്ങുകയാണ്. ഓരോരുത്തരുടെ ഫാമിലി വെച്ച് കയറും. അതുപോലെ തന്നെ ഫാമിലിയെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ഫാമിലി ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സീസൺ 5 ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ക്വാളിറ്റി ഒക്കെ ഉള്ള, കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ സീസൺ 6 നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നേരത്തെയാണ് എത്തുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന ഫാമിലി ടാസ്കിന് ശേഷം ജനങ്ങളുടെ പിന്തുണ കുറച്ചുകൂടി കൂട്ടി ഉറപ്പിക്കാനായിട്ട് കണ്ടസ്റ്റൻസിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഫാമിലി ടാസ്ക്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ പിന്തുണ കൂട്ടി ഉറപ്പിക്കാനും അതുപോലെ തന്നെ ഗെയിം ഇമ്പ്രൂവ് ആയിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് ട്വിസ്റ്റ് ചെയ്യാനും, കുറച്ചുകൂടി നല്ല രീതിയിൽ കളിക്കേണ്ട ആൾക്കാർക്ക് കളിക്കാനും, ഗെയിമുകൾ മാറ്റിപ്പിടിക്കേണ്ടവർക്ക് മാറ്റിപ്പിടിക്കാനും എല്ലാത്തിനും സാഹചര്യമുണ്ട് ഈ ഒരു ഫാമിലി ടാസ്ക് ഇത്ര നേരത്തെ വരുന്നതിലൂടെ. അപ്പോൾ കുറച്ചുകൂടി ജനപിന്തുണ നമുക്ക് കൂട്ടി ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫാമിലി ടാസ്ക് വരുമ്പോൾ അടുത്ത ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അടുത്ത ആഴ്ചയിൽ വീക്കെൻഡ് എപ്പിസോഡ് അങ്ങനെയാണെങ്കിൽ ഉണ്ടാവില്ല. ഫാമിലീസ് വ്യാഴവും വെള്ളിയുമായിട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറും. ശനിയും ഞായറും തൊട്ടുള്ള എപ്പിസോഡിലായിരിക്കും നമ്മളത് കാണുക. അങ്ങനെയാണെങ്കിൽ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് അടുത്ത ആഴ്ച ഉണ്ടാവില്ല. അതിന് പകരം ഒരു മിഡ് വീക്ക് എവിക്ഷൻ ആണ് വരാൻ പോകുന്നത്. ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന മെയ് 21. മറ്റുള്ള സീസണുകളിലൊക്കെ വെച്ചിട്ട് ലാലേട്ടന്റെ ബർത്ത്ഡേ വന്നിരുന്നത് ശനിയും ഞായറും നടക്കുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിലായിരുന്നു. പക്ഷെ ഇത് കുറച്ച് വ്യത്യാസപ്പെടുത്തി മെയ് 21 ചൊവ്വാഴ്ചയാണ് ലാലേട്ടന്റെ ഈ പറയുന്ന ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ലാലേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അന്ന് ഒരാളെ എവിക്റ്റ് ആക്കി വിടും എന്നാണ് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കും ചിലപ്പോ ഹെഡ് വീക്ക് എവിക്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചൊവ്വാഴ്ച ലാലേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. വെനസ്ഡേ ബുധനാഴ്ച ഈ പറയുന്ന ഒരു എവിക്ഷനും കാര്യങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും. അതുപോലെ ആയിരിക്കും മിക്കവാറും ഈ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തൊക്കെ ആയാലും വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. ഫാമിലി ഒക്കെ കയറാൻ പോവുകയാണ്. വ്യാഴവും വെള്ളിയുമായിട്ട് ഓരോരുത്തരുടെ ഫാമിലി വെച്ച് വരും. ഇപ്പോൾ എല്ലാവരുടെയും ഫാമിലിക്ക് കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പ്രിപ്പയർ ആയിട്ടിരുന്നോളൂ, എപ്പോൾ വേണമെങ്കിലും വിളി വരാം.
അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെയാണ് വരുന്നത് എന്നൊക്കെ അറിയണ്ടേ. എല്ലാവരും എക്സൈറ്റ്മെന്റ് ആണെന്ന് അറിയാം. ജിൻഡോ, ജാസ്മിൻ, നോറ, അഭിഷേക്, സായി അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് ആരായിരിക്കും വരുന്നത്, എങ്ങനെയായിരിക്കും അവർക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്